ഒരു കേക്ക് ആക്കും. അതാണ് അവരാണ് മൂന്നുപേരും മെയിൻ. അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ ഒരു 3 ശരീരവും ഒരു മനസ്സും. ടർബോ ആണ് അതിന്റെ മെയിന്. നിങ്ങളെ ഇവിടെ നില്ല്. ഉസ്മാൻ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം പറയണ്ട്. ഇങ്ങോട്ട് വന്നാ. ഉസ്മാൻ മാത്രം ഇവിടെ വാ. ഉസ്മാനെ എന്ത് കെട്ടിപ്പിടിക്കുന്നത്? ഇവന്മാര് എന്താടാ? ഇടിച്ചിട്ടാത് അതാരാ പോർച്ചും കൊണ്ടുവന്ന്? സാബ് ഗുരുവിന്റെ വണ്ടിയല്ലേ അത്? ഇതാരാ? ആരോ സാബ് ഗുരു ആണത്. അല്ലല്ലല്ല സാബ് ഗുരുവിന്റെ അത് വണ്ടി. പേരിട്ട് ഉസ്മാൻ ഇവിടെ നിന്നാ. ഉസ്മാൻ മാത്രം കിട്ടുവാ. ഉസ്മാൻ മാത്രം കിട്ടുവാ. ആരാണോ ആരിലോട്ട്? അല്ല ഉസ്മാൻ മാത്രം ഇവിടെ വാടാ. ടർബോ വരല്. ഉസ്മാൻ എങ്ങ് വാ. ഉസ്മാൻ കിട്ടുവോ? ഉസ്മാനെ ഞാൻ ചോദിക്കട്ടെ, സത്യം പറ. നീ എന്റെ അടുത്ത് പറ, ഇതിന്റെ ലീഡർ ആരാന്ന്? ലീഡർ ഇല്ലല്ലോ. ലീഡർ ഇല്ല. എടാ ഇവിടെ വന്ന് നിക്കലടാ കൊച്ചുകുണ്ണെ. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്റെ അടുത്ത്. ഞാൻ പറയട്ടെ. നീ നമ്മള് ലീഡർ ഇല്ല. നമ്മള് മൂന്നാളും ഒത്തൊരുമയിലാ പോണെ. അതൊരിക്കലും തകർക്കാൻ പറ്റാത്തൊരു ഒത്തൊരുമ. എടാ ഈ ഒത്തൊരുമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നാളെ നിങ്ങളെ കമ്മ്യൂണിറ്റി വലുതായി നിങ്ങൾ കൊറേ പേരെല്ലാം ആവുമ്പോ ഓമാര് നിന്റെ അടുത്ത് കിണ്ടിയാലടാ ഉസ്മാനെ. ഇല്ല ഞാനല്ലേ തൊട്ട് തുടങ്ങിയേ. ഞാനും ടക്കായും. നീയാ തൊട്ട് തുടങ്ങിയത്? നീ വണ്ടി കയറിയാണ്. ഈ കൊച്ചുകുണ്ണാൾ അവിടെ ഇരുന്ന് കേൾക്കുന്നത്. എനിക്ക് നിന്റെ അടുത്ത് മാത്രം കുറച്ച് കാര്യം സംസാരിക്കാണ്ട്. 5 മിനിറ്റ് ഇവിടെ നില്ല്. ഇപ്പൊ വരാം. ഒമാര് സംസാരിക്കാൻ അമ്മയ്ക്കൂല ഉസ്മാൻ. എനിക്ക് നിന്റെ അടുത്ത് കൊറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ആക്കാന്ന് പറയാം ഉസ്മാനോടൊന്നോ. അത് വേറെ കുത്തിത്തിരിപ്പ് പരിപാടി ഉണ്ട്. കാണിച്ചാലാ വെയിറ്റേക്ക്. ഉസ്മാനെ ഞാൻ പറഞ്ഞ കേൾക്കും. ഉസ്മാനെ നീ ഇങ്ങനെ നടക്കേണ്ട ഒരുത്തനാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നീ എത്ര കാലായി എന്റെ ബാക്കിൽ ബോസേ എന്ന് വിളിച്ച് നടക്കണേ? പിന്നെങ്ങനെയാ ബോസ് എന്നെ ബോസ് എന്ന് വിളിക്കണോ? എടാ മണ്ട, ഞാനതല്ല. നീ അവന്മാരുടെ ബോസ് ആവണം. മനസ്സിലായോ? നിനക്കൊക്കെ അവിടെ പട്ടി വിലയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നീ അവിടെ നിങ്ങൾ മൂന്നാളും ഒരുമിച്ചാണ് പറഞ്ഞ് നടക്കാന്നല്ലാതെ അവിടെ മെയിൻ ടർബോ ആണ്. അല്ല നമ്മള് മൂന്നാളും ഒന്നാണ്. എടാ ഉസ്മാനെ വെറുതെ പൊട്ടനാവല്ലേ. ഞാൻ പറഞ്ഞുതരാം. നിന്നെ അവന്മാർ പറ്റിക്കുന്നതാണ്. നാളെ നിങ്ങളെ കമ്മ്യൂണിറ്റി വലുതായി ഒരു വലിയ രീതിക്ക് ആകുമ്പോ നിന്നെ അവന്മാരുടെ അടുത്ത് കിണ്ടും. അയ്യോ ഇതെന്താ സെക്കായി? ഒരു മിനിറ്റ്. ഓക്കെ പറയുന്ന കേക്കുന്നില്ല. ഹലോ അപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. എന്താ വെച്ചാ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ നിങ്ങളത് വലുതായങ്ങാണ്ട് ഒരു പൊസിഷനിൽ എത്തുമ്പം അവന്മാര് നിന്നെ എടുത്തുങ്ങാണ്ട് കിണ്ടും. സ്ട്രീമാ ഇല്ലടാ. ഞാൻ പറയാ ഇവന്മാര് നിന്നെ സത്യം പറയാം ഉസ്മാനെ. നീ ഇപ്പൊ എന്റെ കൂടെ കൂടിയിട്ട് എത്രയായി? 1 വർഷമായി. ഒമാര് ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞ കൊറേ വർഷമായി. നിന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നതാണ്. ഞാൻ നിനക്കൊരു നല്ലത് മാത്രം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുത്തനാണ്. മനസ്സിലായോ? അപ്പോ കൂട്ടുകാരല്ലേ ബോസ്? എടാ എന്ത് കൂട്ടുകാരടാ? ഇവന്മാര് നിന്നെ പറ്റിയല്ലേ എന്തെല്ലാം പറഞ്ഞ് നടക്കണെന്ന് കരുതിട്ടാ. ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതല്ലേ. എന്താ വേറെന്താ പറഞ്ഞു നടക്കണേ? എടാ ഞാൻ പറയട്ടെ. ഇന്ന് മറ്റേ ആ പെൺകുട്ടിന്റെ മുമ്പില് വേറൊരു പെൺകുട്ടിനെ നോക്കാൻ പോയില്ല. ഇന്ന് ഭാഷന്റെ അടുത്ത് പറഞ്ഞതാ. ആ പെൺകുട്ടിന്റെ അടുത്ത് ഉസ്മാന് കഴിവില്ല. ഉസ്മാൻ ഞങ്ങളെ കൂട്ടത്തില് ഒട്ടും കൊള്ളാത്തവനാണ്. ടുട്ടിന്ന് എങ്ങനെയാലും അവനടുത്ത് ഒഴിവാക്കണം. ടുട്ടിന്റെ നടുവിൽ ആണ്. ആയിങ്ങാണ്ട് ഉസ്മാൻ നിൽക്കുമ്പോൾ നടുവിൽ നിൽക്കുമ്പം അത് ഓൻ കുറച്ച് മെയിനാവാണെന്നെല്ലാം പറഞ്ഞുങ്ങാണ്ട് ടർബോ പറഞ്ഞു. ടക്കായി പിന്നെ അങ്ങനെ പറയില്ല. കാരണം ടക്കായി നമ്മളിപ്പം പണ്ട് തൊട്ടേ ഉണ്ടായതുകൊണ്ട് ടക്കായിക്ക് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷെ ടർബോ അത് പറഞ്ഞു. പ്രൂഫ് ഉണ്ട്.
എന്ത് പ്രൂഫ് കാണിക്കുന്ന ഭാഷന്റെ പ്രൂഫ് ഉണ്ട്. ഭാഷ ഇപ്പൊ ഇല്ലല്ലോ, ഭാഷ പോയില്ലേ, പണിക്ക് എന്ത് പോയില്ലേ, ജോബിന് പോയില്ലേ. അന്നാ ജോബ് കഴിഞ്ഞ് വരുമ്പോ ചോദിക്കന്ന അല്ല ഞാൻ പറയണ എന്താ അറിയോ, അവന്മാരെ നമ്പി ഇങ്ങനെ നിൽക്കാതെ നീ ഇതിന്റെ മെയിൻ ആണ് എന്നുള്ളത് അവന്മാർക്ക് ഒരു സൂചന കൊടുക്കണം. മനസ്സിലായോ? മെയിനാണല്ലോ എടാ ഞാൻ മെയിൻ ആണല്ലോ എന്ന് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മണ്ട, അത് അവന്മാർക്കും കൂടി തോന്നണം. മനസ്സിലായില്ലേ? ഇല്ലില്ലോ, ഇതാണ് ഇത് പൊട്ടനാണ് ഇത്. ഞാൻ പറഞ്ഞ അങ്ങനെ തരാം. ഞാനൊക്കെയാണെങ്കിൽ ഉസ്മാനെ ഒരു മിനിറ്റ്, ഇതെന്താടാ ഇത് മൗസ് നീങ്ങുന്നില്ല. ഒരു മിനിറ്റ്, ഇതിന്റെ മൗസിന്റെ ചാർജ് തീരാനായിരുന്നു. ഞാനൊക്കെയാണെങ്കിൽ ഉസ്മാനെ ടർബോനോട് നിന്റെ സ്ഥാനത്ത് ഞാനാണ് നിന്റെ ഓപ്പൺ ആയിട്ട് കാര്യം പറയുന്നത്. ഇത് നടക്കൂല, ഇതിപ്പോ നിനക്ക് ഭയങ്കര ഓറ കൂടി വരുന്നുണ്ട്. എടാ ഇത് എന്താണിത്, ഞാൻ പറയുന്നുണ്ടടാ, മൈക്ക് തയ്യുന്നില്ല. ഞാൻ പറയണ എന്താ വെച്ചാല്, ഞാനാണെങ്കിൽ ടർബോന്റെ അടുത്ത് പറയായിരുന്നു ഇതിപ്പം ഓറ കൂടുതൽ നിനക്കാണ്, അത് നടക്കൂല, ഇത് ഇങ്ങനെ ആയിട്ട് കാര്യമില്ല, ഞാനിതിന്റെ ഒരു മെയിനാണ്, അല്ലാതെ നീ മാത്രം ഫുള്ള് ഓറ കൊണ്ടുപോകാൻ പറ്റൂല, എനിക്കും കുറച്ച് ഓറ വേണമെന്നുള്ളത് ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയായിരുന്നു ടർബോന്റെ അടുത്ത്. എടാ നിനക്കൊരു ഓറയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് പട്ടി വിലയാണ് ടുട്ടില്. ബോസിന് പുറത്തുനിന്ന് കാണുമ്പോ എന്താ തോന്നണേ? ഞാൻ പറയട്ടെ, നീ ഇതിലൊന്നും അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയണ എന്താ വെച്ചാ, നീ ഒരു സാധനം കൊടുക്കണം ടർബോക്ക്, മനസ്സിലായോ? നീ ഇതിന്റെ മെയിൻ ആണ് എന്നുള്ളത്. നീയല്ലേ ഇത് ഫൗണ്ട് ചെയ്തത്? അതെ. അപ്പൊ നീയല്ലേ ഇതിന്റെ മെയിന്? ഞാനാണ് മെയിൻ, അതല്ല നടുക്കിടക്കണ ഉസ്മാന്റെ പക്ഷെ ഇവന്മാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ലല്ലോ. അല്ല അങ്ങനെ തോന്നലിന്റെ ആവശ്യമുണ്ടോ? നമ്മള് ഒറ്റക്കെട്ടല്ലേ. എന്തൊറ്റക്കെട്ടടാ, ഇങ്ങ് വാ, ഞാൻ പറഞ്ഞുതരാ, വണ്ടി കയറ്. പേടിയാ. ഇത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നീ നൈസിൽ ടർബോനങ്ങ് തട്ടിയേക്കടാ. കൊല്ലാനോ? ഞാൻ പറയുന്നത് എന്തിനാടാ ടർബോ, എന്തിനാ? നിനക്ക് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ലട്ടെ. കൊല്ലണ്ട, ഞാൻ വേണമെങ്കിൽ വേറെ എന്തേലും നീങ്ങ. എന്ത് നീങ്ങ? വേറെ എന്തേലും ടർബോന എന്തേലും തക്കായുടെ അടുത്ത് പറഞ്ഞ്. ഞാൻ പറയുമ്പോ നീ കൊല്ലണം സത്യം പറഞ്ഞ ഉസ്മാനെ. കാരണം നിനക്കൊരു വളർച്ച വേണ്ടേ? നീ എത്ര കാലം നിർത്തിയിട്ടാടാ ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ അതിലിങ്ങനെ നിക്കുന്നത്? അപ്പൊ എന്താ ചെയ്യാ? നീ ടർബോനെ വിളിച്ച് കാര്യങ്ങൾ പറയണം, എനിക്ക് ഇതിന്റെ മെയിൻ സ്ഥാനം വേണം, ഞാനാണ് ഇതിന്റെ ലീഡർ എന്നുള്ളത് പറയണം. അല്ല, നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ഞാൻ പറയാം ഉസ്മാനെ, അവനങ്ങാനും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ സംസാരിക്കാൻ നിക്കല്ലേ, മനസ്സിലായോ? പിന്നെ അടിച്ച് കൊന്നേക്കണം, മനസ്സിലായില്ലേ? കാരണം നീയാണ് ഇതിന്റെ ഫൗണ്ടർ, നീയാണ് ഇതിന്റെ എല്ലാം, മനസ്സിലായോ? അപ്പൊ ഇവനൊന്നും പറയുന്നത് കേട്ടിട്ട് നീ ഇതിലൊന്നും താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ട ഇരിക്കുന്നുണ്ട് രണ്ട് കൊച്ചുകുട്ടികൾ, നിന്നെ എങ്ങനെ താത്തണം എന്നുള്ള പ്ലാനിങ് ആടാ, ഫുള്ള് നിന്നെ എങ്ങനെ താത്തണം എന്നുള്ള പ്ലാനിങ് ആണ്. സീരിയസ്ലി നീ പോയിട്ട് കാര്യം പറ, ഞാൻ ഇതിന്റെ ഫൗണ്ടറാണ്, എനിക്ക് ഇതിന്റെ മെയിൻ ആവണം. നാളെ തൊട്ട് പറയുമ്പോ ആരാണ് ഇതിന്റെ ലീഡർ എന്നല്ല ആരെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ പറയണം. എന്താ പറയാ, ഉസ്മാനാണ് ഇതിന്റെ ലീഡർ എന്നുള്ളത് എല്ലാരോടും പറയണം എന്നുള്ളത് നീ പറയണം, മനസ്സിലായോ? ഓക്കെ ഓക്കെ, നീ ഇറങ്ങി. നെക്സ്റ്റ് ടർബോനെ ഇതാക്കാൻ കഴിയില്ലടാ. ടർബോ ഇത് പൊട്ടനാണ്, ഇത് നിങ്ങള് വണ്ടി എടുത്ത് ടർബോ ഇപ്പം വരാൻ നിർത്തി പോയി, ഇപ്പം വരും. അടിക്കാൻ പോയി. ശരിക്കും ഇടിയിരിക്കടാ, നിങ്ങൾ എന്താ നിക്കുന്നേ? ഇല്ല ഇല്ല ഇല്ല, നമ്മള് നിങ്ങളെ മുമ്പിൽ നിന്നോളാം, നിങ്ങൾ കുറച്ച് വലിയ ആൾക്കാരായി പോയില്ലേ. മറ്റടിക്കാൻ പോയി. അതെ, പിന്നെന്താ? അല്ല സുഖല്ലേ? നിന്റെ ലയ എന്തേടാ? കേറുന്നുണ്ട്. കേറ്, എന്ത് കേറു? എവിടെ കേറുന്നു? ഹലോ ടർബോ, ഹലോ. ടർബോ ഇപ്പൊ വരാൻ നിർത്തി പോയി. അല്ല എന്താ പെട്ടെന്ന് നീ വന്നാണ്? ഹലോ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
സംഭവം എന്താ പറ്റി? കുറച്ച് എനിക്കറിയില്ല കൺവേർട്ടിങ് പരിപാടികൾ ട്രൈ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? എന്താ പറ്റിയ അറിയില്ല. ട്രൈ ഹാർഡ് ബ്രോ, ട്രൈ ഹാർഡ്. ഹലോ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഹലോ. ചെയ്യുന്ന ഒരുത്തന് എന്തായാലും കിട്ടൂല, ശരിക്കും? അത് ഉറപ്പാ. പോയോ? അതങ്ങനെ വന്ന ആൾക്കാരല്ല ബ്രോ. ഇതേമാതിരി ഇങ്ങനെ PR കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചാറ്റിൽ കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ മുമ്പിത്തരം കാണിച്ചു കൊണ്ടോ ഉണ്ടാക്കിയതല്ല ഇത്, മനസ്സിലായില്ലേ? ആ ടക്കായി ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങ് വാ. പറഞ്ഞു. ഈ ടുട്ടിന്റെ ലീഡർ ആരാണടാ? ലീഡർ ഇല്ല ടുട്ടിന്. ഞാൻ പറയട്ടെ, നീ നമ്മള് മൂന്നാളുമാണ്. ശരിക്കും നമ്മളില്ലേ ആ ഒരു ടിപ്പിക്കൽ ഐഡിയോളജി ഇല്ലേ, എന്തിനും ഒരു ലീഡർ വേണമെന്നുള്ള. ആ അങ്ങനല്ല ശരിക്ക് നമ്മള് തമ്മില് അങ്ങനെ ഇല്ല, മനസ്സിലായ? പക്ഷെ ഞാൻ പറയട്ടെ ടക്കായി, നീ ഇതിന്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഒരാള് നീയല്ലേ? അല്ല, നമ്മൾ മൂന്നാളും ഒരുമിച്ചിട്ട് എന്ന് ഡ്രസ് ഷോപ്പിന്റെ മുന്നിൽ നിന്നിട്ടത് തീരുമാനം ടുട്ട് അന്നാളെ എന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞില്ലേ? അല്ല, എന്നാലും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഇതില് ഒരു 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 മാസം ആരാണ് ഇതില്? ടുട്ട്. എടാ എന്നാലും കൂട്ടത്തിലൊരു കൊമ്പൻ ഉണ്ടാവൂലടാ, കൂട്ടത്തിലൊരു ഒരു ഒരു മെയിന്. അതാരാന്ന്? ഇല്ല, നമ്മളെന്നെ. അല്ലടാ, ഉസ്മാൻ പറഞ്ഞല്ലോ ഉസ്മാനാണെന്ന്. ഉസ്മാൻ ആയിക്കോട്ടെ, പാവല്ലേ. അപ്പൊ ഉസ്മാനാണപ്പം. അപ്പൊ നീ പറയുന്നത് എല്ലാരും ഒന്നാണെന്ന്, പക്ഷെ ഉസ്മാൻ പറയുന്നത് ഉസ്മാനാണെന്ന്. അല്ല, ഇനി മോൻ അങ്ങനെ വിശ്വസിച്ചോട്ടപ്പാ, ഈ നഷ്ടമൊന്നുമില്ല നമുക്ക്. അങ്ങനല്ല, ടർബോ പറയുന്നത് ടർബോ ആണെന്ന്, ഉസ്മാൻ പറയുന്നത് ഉസ്മാനാണെന്ന്. നീ മാത്രം ഇങ്ങനെ പറഞ്ഞു നടന്ന ഉമ്മാരെല്ലാം നിന്നൊരു സമയം വരുമ്പോൾ മൂഞ്ചിച്ചിട്ട് പോവില്ലെന്ന് ആര് കണ്ടടാ ടക്കായി? മൂഞ്ചിക്കുമ്പോ വരെ കൂടെ ഉണ്ടാവെങ്കിൽ പിന്നെ അതുപോലെ ശരിക്കേ. എങ്ങനെ? അല്ല, മൂഞ്ചിക്കുന്നവരെങ്കിലും കൂടെ ഉണ്ടാവുമല്ലോ. എന്ത്? ഓറ് അയ്യേ, മൂഞ്ചിക്കണ വരെ കൂടെ ഉണ്ടായിട്ട് എന്താടാ കാര്യം? ഇവിടെ നമ്മൾ മൂഞ്ചാതെ നമ്മളങ്ങനെ നോക്കേണ്ട അവനാന്റെ ശരിക്കും ആവശ്യമാണ്, മനസ്സിലായോ? നാളെ ഞാൻ മൂഞ്ചിക്കൂരാന്ന് ശരിക്കും എന്താ ഉറപ്പ്? നീ മോചിക്കൂ. നീ അതാരാ അതാരാ? എടാ രാമൻപിള്ള. അല്ല, അതാരടാ? രാമൻപിള്ളല്ലോ. അയ്യോ സർ, അടിമയാണത്. ഒരു ഞാനും കരുതി പെട്ടെന്ന് ഇത് എവിടുന്നാണല്ലോ. ഞാൻ ബ്ലീക്കിന്റെ ശബ്ദം കേട്ടെ പെട്ടത്. ആ സത്യം, ഞാൻ ബ്ലേക്കാണ് എഴുതിയടാ ആദ്യം. അപ്പൊ അല്ല, ഞാൻ ശരിക്കേ ഈ നമ്മളങ്ങനെ വിചാരിച്ച ശരിക്കും നാളെ ശരിക്കും ഒരു പെണ്ണിനെ സെറ്റാക്കി ഓളൊരു ഗോൾഡ് ഡിഗർ അല്ലാന്ന് എങ്ങനെ ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റൂ? നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് വേണം അങ്ങനെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ. നമ്മൾ ടെസ്റ്റ് ചെയ്തല്ലോ ശരിക്കും, ഇതിനൊന്നും എടാ, നമ്മൾ ഗോൾഡ് ഡിഗർ ആണ് എന്നുള്ള ഒരു ചെറിയ ഒരു 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 തരി നമുക്ക് ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് ഇടണം, മനസ്സിലായോ? നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കരുത്, നമ്മൾ 100% ഇടരുത്, ഒരു 50 ഇടണം. പിന്നെ നമ്മളിങ്ങനെ നോക്കി 60 ഇടണം, പിന്നെ 70, അങ്ങനെ ഇതാക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? നീ ഇവിടെ നിന്നോ, നീ പൊട്ടനെ പോലെ ഇങ്ങനെ ഈ ടുട്ടിന്റെ എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞു നിന്നോ. അവന്മാരൊക്കെ ഇപ്പൊ കൊണ്ടുകൊണ്ട് ടുട്ട് അവിടെ ഇരുന്നോ. ടർബോന്ന് ഇവിടെ എന്താണടാ? ഉസ്മാവിടെ ഇല്ല, ഉസ്മാവിടെ ഇല്ല. ഓരോരുത്തർ വിളിച്ചോണ്ടോ സംഭവം ഞാൻ പറയട്ടെ, പറ. ഇതിപ്പോ ടുട്ടിന്റെ മെയിൻ ആരാന്ന്? നീ 3 പേര്, കൂട്ടത്തില് മെയിൻ ആരാന്ന്? നമ്മള് 3 പേര്. ഇല്ല, നിങ്ങള് 3 പേരിൽ ഒരാള് മെയിൻ ആവുമല്ലോ, ഒന്നും കൂടി ഒരു സ്ട്രൈക്ക് ചെയ്യണ ഒരു മെയിൻ. കുറച്ചും കൂടെ മെയിൻ 3 പേരാണ്. കുറച്ചും കൂടെ മെയിൻ നീയല്ലേ? അല്ലടാ, അങ്ങനല്ല, നീ ഇതിന്റെ ഒരു ഇതാണല്ലോ, ഇതിന്റെ ഒരു നെടുന്തൂണ്. ഇപ്പം ഒരു സൈഡില് 2 പില്ലറാണല്ലോ നീയും ടക്കായും. ടുട്ടിന്റെ ഉസ്മാൻ പിന്നെ വേസ്റ്റ് ആണ്, മനസ്സിലായോ? ഉസ്മാൻ പിന്നെ അതിന് വെറുതെ നിൽക്കുന്ന ഒരുത്തൻ യു പറഞ്ഞാണ്ട് വെറുതെ. പക്ഷെ 2 സൈഡിലുള്ള ടീലെ ആ തുർബോ എന്നങ്ങ് പറയുമ്പോ ഒരു മാസം ഉണ്ട്, മനസ്സിലായോ? അത് നീയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ മെയിൻ, മനസ്സിലായില്ലേ? നീയാണ്. ടുട്ടെന്ന് പറയുമ്പോ 3 പേരൊന്നും ആഹാരം ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോടാ. ടുട്ടിലെ തുർബോ പറയുമ്പം ഞാൻ ഒരു ഇപ്പൊ മുതുക്കിൽ ഇങ്ങനെ പോയി കണ്ട് നിന്നുകൊണ്ട് എല്ലാവരോടും ചോദിക്കാണ്, ഉസ്മാൻ ടുട്ടിലെ ഉസ്മാൻ പറയുമ്പോ അയ്യേ ഉസ്മാനാ, ടുട്ടിലെ ടക്കായി
അത് ടക്കായി. പക്ഷെ ടുട്ടിന് തുർബോ. ആ ഏത് മുത്ത പേര് കണ്ടോ, തുർബോ കണ്ട, അങ്ങനെ ആ ഒരു സാധനം കണ്ടോ, ഒരു തുർബോ തുർബോ എടാ, ആ ഒരു സാധനം വരുന്നുണ്ടോ, ഒരു ഓറ കണ്ടോ, മനസ്സിലായ? പിന്നെ നിന്റെ ലുക്ക് കണ്ടോ, നിന്റെ കണ്ണുമുള്ള ഈ ഒരു കുരിശ്, പിന്നെ ഈ ഈ കറുത്ത് കരിമുട്ടി ആയിങ്ങാണ്ട് ഈ പൊട്ടന്മാരമാരി നടന്ന ഒരു പെണ്ണും കിട്ടൂല, ഒരു പൊട്ടൻ, ആ രണ്ടും പൊട്ടന്മാരാന്ന് മനസ്സിലായ. പക്ഷെ നീ അങ്ങനെയല്ല ടർബോ, നീ ഒരു തുർബോ എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു ഗാംഭീര്യവും, പിന്നെന്താ പറയാ, ഒരു 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 മാസം ഒരു ഓറല്ല കണ്ട, നീ നിക്കുന്നതന്നെ കണ്ടില്ലടാ തുർബോ, മനസ്സിലായ? ആ ഒരു സാധനം അവന്മാർക്കില്ല. അപ്പൊ നീയല്ലടാ ഇതിന്റെ ഒന്നുകൂടി മെയിന്. അല്ല നമ്മള് 3 അല്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു സാധനം തുടങ്ങി തന്നെ മീന അങ്ങനെ എനിക്കിന്റെ ഉസ്മാൻ മതിയടാ. ആ അതാ ഞാൻ പറഞ്ഞതെന്താ വെച്ചാ, ഉസ്മാനാണെങ്കിൽ ഉസ്മാൻ മെയിനാണ് കാരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയത്തില്ല, മനസ്സിലായോ? ഉസ്മാൻ നമ്മള് 3 മെയിൻ എന്ന് പറയുള്ളൂ. ഇല്ലല്ല, ഉസ്മാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഉസ്മാനാണ് മെയിന്, ഉസ്മാനാണ് ഇതിന്റെ ഫൗണ്ടർ. ബാക്കി ഓല് രണ്ടാളും ഇതിന്റെ ഒരു സൈഡായിങ്ങാണ്ട് കാര്യങ്ങൾ നോക്കണം. ഇപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണെന്നാണ് പറഞ്ഞത്. നമ്മ 3 മെയിനാണ്. നമ്മ ഫണ്ട് ഇറക്കും, ഞാൻ ഉസ്മാൻ എന്ന മെയിനെ ഫണ്ട് ഇറക്കുന്നത്. ഫണ്ട് കൂടുതൽ ഇറക്കിയോണ്ടാണോ എന്താ അറിയില്ല, ഉസ്മാൻ പറയുന്നത് ഉസ്മാനാണ് മെയിൻ എന്നുള്ളതാണ്. ഉസ്മാനെങ്കിൽ വന്നാണ് ഉസ്മാനെ, അവര് 2 വിളിക്കുക, അങ്ങനെ സംസാരിക്കാലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നപ്പോ അങ്ങനെ. ഹലോ ഹലോ ഉസ്മാനെ. ഹലോ ഹലോ അല്ല ഇതാണ് ഇപ്പൊ ബ്രോ, ഇതാണോ TUT? അതെ. അല്ല അത് ഇപ്പുറത്തിന് വേണ്ടേ. അയ്യോ ഇപ്പുറത്തേക്ക് ടർബോ, അപ്പുറത്തേക്ക്. തടി മാറി. അല്ല ഇതിപ്പോ നിങ്ങളതിലും ശരിക്കും ഇപ്പൊ ആരാ മെയിൻ? ഇതിപ്പോ ആ ടർബോ ഉസ്മാൻ ടക്കായി. സാധനം ഇവിടെ ഇല്ല. ഉസ്മാനെ ഉസ്മാൻ ടക്കായി കണ്ടോ? ഉസ്മാൻ നീ എന്താടാ ഇങ്ങനെ പറഞ്ഞാരു? ഉസ്മാനെ നിന്റെ അടുത്ത് ഷെയ്ഖിന്റെ അടുത്ത് പറഞ്ഞു, നീ എന്തോ എന്റെ അടുത്ത് പറഞ്ഞു നീ, എടാ ഞാൻ ഷെയ്ഖ് എന്തൊക്കെ പറഞ്ഞ നീയും ഞാൻ ഉസ്മാൻ എന്നെ മുമ്പിക്കാൻ നോക്കുന്ന പറഞ്ഞെ. എന്റെ അടുത്ത് ഷെയ്ഖ് എന്താ പറയുന്നറിയോ? ഉസ്മാൻ അവിടെ പോയിട്ട് ഫൗണ്ടർ ആന്ന്, ഉസ്മാൻ പിന്നെ ഫൗണ്ടർ ആന്നൊക്കെ ഷെയ്ഖിന്റെ. ഉസ്മാൻ ഇതിന്റെ ഫൗണ്ടർ അല്ലേടാ ഉസ്മാനെ? നമ്മള് 3 ഫൗണ്ടർ. നമ്മള് 3 ഫൗണ്ടർ. എടാ ഉസ്മാനെ നീ കാല് വാരിയടാ പൊന്നെ. നീ എന്റെ അവിടെ നിന്നാണ്ട് എന്താ പറഞ്ഞത്? ടർബോ എന്താ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന്? ടർബോ ആണ് നിന്റെ മെയിൻ. ടക്കായി വന്നപ്പോ പറഞ്ഞു ടക്കായി ആണ് മെയിൻ. അപ്പൊ 3 മെയിൻ ആയില്ലേ? അതിന്റെ കാര്യം അതല്ലേ കാര്യം. ഞാൻ ഊമ്പിയപ്പോ കട്ടാ. ഉസ്മാൻ ഇവിടെ നിന്നാണ് ഉസ്മാനെ? ഇല്ലടാ, ഇവന്മാരെ ഞാൻ കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ. എടാ കൊച്ചുകുണ്ണെ, നീ എന്റെ അടുത്ത് ഇങ്ങനെ അല്ലല്ലോടാ പുണ്ടെ അവിടുന്ന് പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞ ബോസ്, ഞാനാണ് മെയിൻ. ഇവൻ പറഞ്ഞു ഇവനാ മെയിൻ, അവൻ പറഞ്ഞ അവനാ മെയിൻ. 3 മെയിൻ, മനസ്സിലായോ? എടാ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവൻ എങ്ങനെ തന്നെ പറഞ്ഞ ബോസേ, ഞാന് മെയിനാന്ന് പറഞ്ഞത്. പെട്ടെന്ന് കഴിഞ്ഞ കാര്യം പറയണ്ടേ? എന്താണ്? പറയണമെന്ന് വെച്ചൊരു കാര്യമാണ്. ഉമ്മാരെ ബോണ്ട് ഞാൻ പൊട്ടിക്കോളാ. ഉമ്മാരെ ബോണ്ട് ഞാൻ പൊട്ടിക്കും. ഇതില് വലിയ ബോണ്ട് ഞാൻ പൊട്ടിച്ചേക്കണേ. പറ ഇതെങ്ങനെയാ പറയണ്ടെന്നറിയില്ല. മാക്ക് ഇപ്പൊ എത്ര കാലായി ഷെയ്ഖിന്റെ പേരോ? അതെ, മാക്ക് എന്റെ കൊറേ കാലായി. ഏകദേശം എത്ര കാലായിട്ടുണ്ടാവും? മാക്ക് കൊറേ വർഷങ്ങളായി, ഒരു 4-5 വർഷമായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പോലും അറിയാതെ ഇത്ര സിംഗിൾ ആയിട്ട് നിക്കുന്നേ? സിംഗിളായി നിക്കണ എന്താ വെച്ചാ, മാക്സിമം കല്യാണം കഴിക്കട്ടെ എന്ന് കരുതിയുണ്ട്. എന്റെ കുറവോ? എന്ത് കുറവ്? അല്ല അത് പെണ്ണ് കിട്ടാത്തത് കുറവാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല അത് തന്നെ. എന്നിട്ട് എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല? അതെപ്പം ചിന്തിച്ചിട്ടുണ്ടോ? അതുണ്ടല്ലോ എന്താ എന്താ ഇതാക്കാൻ നോക്കാതെ ഷെയ്ക്ക് ഇപ്പൊ ഏതെങ്കിലും പെണ്ണിനെ ട്യൂൺ ചെയ്യാൻ പോകുമ്പോഴേ ട്യൂൺ ചെയ്യാൻ പോകുന്നു കുട്ടി ഇത് ചെയ്യുന്ന പോവല്ലോ. അപ്പൊ മാക്കിന്റെ ഭാര്യന്റെ ഫോണിന്ന് എടുത്തിട്ട് ഈ പെണ്ണിനെ വിളിക്കും, മെസ്സേജ് അയക്കും. മനസ്സിലാ? കുട്ടി അങ്ങനല്ല പേരെന്താ? മണ്ട. ഷെയ്ക്കിന് ദാമ്പത്യ ജീവിതത്തിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കഴിവില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെപ്പ പിടിച്ചേ അറിയോ?
ഞമ്മള് പഠിച്ചത് നമ്മള് ശരി. മാക്കിന് പോലീസ് പിടിച്ചപ്പം മാക്കിന്റെ ഫോൺ കിട്ടി. മാക്കിന്റെ ഫോൺ പോലീസിന്റെ ഞങ്ങള് ലേലത്തിന് വിളിച്ചു മേടിച്ചു. അത് മാത്രല്ല ഷെയ്ക്കേ, ഏ, ഷെയ്ക്ക് ഇപ്പം ഇപ്പം ബാബ കല്യാണി എന്ന് പറഞ്ഞ ഒരാളറിയോ? കേട്ടുകണേ ബാബ കല്യാണി. അത് ആരാ? ഓഫീസർ. ആ കണ്ട ഇവന് നടത്തത്തിലൊക്കെ എന്താണ് അത്ര മാസ്? എടാ ഞാൻ പറയട്ടെ, നിങ്ങൾ മൂന്നാളും നടന്നാണെന്നാ നോക്കട്ടെ. അല്ലല്ല ഉസ്മാൻ നടക്ക്. എടാ ഞാൻ പറയട്ടെ, ഉസ്മാനെ പൊട്ടനാടാ. നിങ്ങളിവിടെ നിന്നാണ് ഉസ്മാനെ ഇങ്ങൊന്നാണ്. കൈ ഒരു മിനിറ്റ്. എടാ പൊട്ട, നീ മാത്രാണ് മാസില്ലാതെ നടക്കുന്ന. അവന്മാരെല്ലാം മാസം ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതാ നിന്നെ പറ്റിക്കുന്നാടാ പൊട്ട. ഇത് നടന്നെത്തുമ്പോഴേക്ക് നാളെ വെളുപ്പിനും. അതാണ് ഞാൻ മറ്റേ ഇട്ട് നടക്കണേ. ഇത് പറയുമ്പേ ഇടുള്ളൂ. ഇത് ഇച്ചിരി പാടാ ബോസ്. ഞാൻ പറയട്ടെ, തമ്മിൽ അടിക്കാത്തണ്ടാടാ. എടാ ഞാൻ പറയട്ടെ, തുർബോനെ കൊല്ലണല്ലോടാ. എങ്ങനെ കൊല്ലും? ഞാൻ ഒന്നും പറയല്ലോ ഉസ്മാനെ, ഇനി എല്ലാം നിന്റെ ഇഷ്ടം. ഇവിടെ ഈ പൊട്ടന്മാരെ കൂടെ നിന്റെ എന്ത് ബോസേ, മാക്ക് ബോസിന്റെ ഒപ്പം ഉള്ളതും കൊണ്ടാ ബോസിന് പെണ്ണ് കിട്ടാണ്ടും മാക്കിന് പെണ്ണ് കിട്ടണതും. അതറിയോ? മാക്കോ? മാക്ക് അങ്ങനെ ചെയ്യുവാടാ. ഒരു 10 ദിവസം മാറ്റി നിർത്തി നോക്കി, പെണ്ണ് സുഖമായിട്ട് വരും. മാക്കിനെ മാറ്റി നിർത്തിയാരാ? എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അയ്യോ എന്റെ ബ്രെയിൻ കണ്ടോ, ഇത് വെച്ച് നടത്തി. ഞാൻ പറഞ്ഞു ശരിക്കേ. ഹലോ, ഓ ഷെയ്ക്കിന്റെ എപ്പോഴെങ്കിലും പൈസ പോയിട്ട് തീരുന്നുണ്ടോ? പൈസ ഇങ്ങനെ പോകുന്നത്. ഒരു മിനിറ്റ് ഏതോ ഒരു കുണ്ണ വന്ന. എടാ പുണ്ടെ അയ്മു മയിലെ ഇറങ്ങി പോടാ ചാറ്റുന്നു കുണ്ണെ. അപ്പുറന്ന് കുറച്ച് കൊച്ചു എന്തിന് എന്റെ പയ്യന്മാരാടാ അതല്ലോ. ഷെയ്ക്കേ ഞാൻ പറയട്ടെ ഷെയ്ക്കേ, ഇന്ന് ഷെയ്ക്കിന്റെ ഒരു പയ്യനുണ്ട്. ട്രൈ ആടാ ഇവിടെ കൊണ്ടുവന്നിടാ. അല്ലെങ്കിൽ ആ ഭാഷ അടക്കം സ്ലോട്ട് വെച്ച് നമ്മളെ മുന്നിൽ വന്ന് ഇരുന്നിട്ട് നമ്മള് നല്ലൊരു വെടിവീരനും മനുഷ്യനുമായ ഉസ്മാൻ മനുഷ്യനും അല്ല ശരിക്കും പറഞ്ഞില്ല, നമുക്ക് 3 പേർക്കൊരു ഒത്തിരിമില്ലാന്ന്. നമ്മള് 3 പേര് ഇപ്പൊ ഒരു ഡാൻസ് കളിക്കും. ഏത് ഡാൻസ് കളിക്കാം? അതിന് ഒത്തിരിമിണ്ട് നോക്കണേ. റെഡി റെഡി ഡാൻസ് കളിച്ച ഒത്തൊരുമ ഉണ്ടാവൂടാ മണ്ടന്മാരെ. ഡാൻസ് കളിച്ച് കരുതിട്ട് എങ്ങനെയാ ഒത്തൊരുമ ഉണ്ടാവുന്നത്? നിങ്ങളെ മൂന്നാളെയും ബ്രെയിന് ഒരേപോലെയാണ് വർക്ക് ആവണെന്ന് നോക്കട്ടെ. ശരിക്കും ഞാൻ പറയട്ടെ ശരിക്കേ, ഇതൊന്നും ഒത്തിരി ടെസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഇറ്റ് ഈസ് ബിൽഡ് അല്ല. അയ്യോ എന്ത് നമ്മുടെ മൈൻഡ് വെക്കാം. 3 മൈൻഡ് വെക്കാം. 3 2 1 നമ്മള് 3 ആളും ഒരേ ഇമോട്ട് ഇട്ടുണ്ടോ? എടാ ഗ്രൂപ്പ് കേറിയാണ്ട് ഇടുന്നല്ലടാ കുണ്ണാളെ. നിങ്ങളെ മൈൻഡ് ഇത്ര വലിയ സിംഗിളുള്ള മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. അതുകൊണ്ട് ഇപ്പോൾ എന്താ മറ്റോ അങ്ങനെ ഇരുന്നു. ഞാൻ പറയട്ടെ ഇതെന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ ഇപ്പൊ മനസ്സിലാവുന്നില്ല. എന്താടാ എന്ത് നിങ്ങൾ എന്ത് നിർത്താ? അയ്യേ ഇതാ ഇവനെല്ലാരും അങ്ങനെ അടിക്കുന്നത്. ഇതാ കണ്ട അടിയായി, നിങ്ങളെ അടിയായി അപ്പൊ തന്നെ. അല്ല നമ്മള് തിന്നതും തൂറുന്നതും എല്ലാം ഒപ്പരാ ശരിക്കേ. അങ്ങനത്തെ നമുക്ക് എന്തടി?
നമ്മളുണ്ടല്ലോ ഒരു പെണ്ണ് നോക്കാറപ്പോ എന്താ ശരിക്കും പറയാന്നറിയാവോ? ചുറ്റി ചുറ്റി 3 രൂപയ്ക്ക് 3 ആൾക്ക്, മനസ്സിലായോ? 3 ഡേ 3 ആൾക്ക്. ഓപ്പോസിറ്റ് എന്താണ് ഓപ്പോസിറ്റ് ഇന്ന് എനിക്ക് ശരിക്കാ. നാളെ ഇവന്, മറ്റന്നാൾ അവന്, അങ്ങനെ അവിടെ ഒരു പെണ്ണ് കെട്ടിയത്. അങ്ങനൊന്നില്ലേ നടക്കേ. No one can replace Tut. No one can destroy Tut. We are Tut. We are only two. We are the OGs. ഉസ്മാൻ അവിടെ നിന്നാ അതാ സമ്മതിക്കാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യില്ല, ഞാൻ സംസാരിക്കട്ടെ. എന്ത് എടാ ഞാൻ ഓന്റെ ഓക്കേ, ബോസാണ്, ഓക്കേ. മനസ്സിലായോ? വെയിറ്റ് ചെയ്യ്, ഞാൻ ഓനോട് സംസാരിക്കട്ടെ. കൺവിൻസ് ആവരുതേ. എന്ത് കൺവിൻസറാ, എന്ത് കൺവിൻസറാ? അല്ല കുഴപ്പമില്ല സ്പോൺസേഴ്സ് നമുക്കാണ് അവർ ആലോചിക്കണേ. ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടൊന്ന് ഡിസ്മാൻഡിൽ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർജിതാന്ന് 3 റിമൂവ് നാളെ പോകുവേ. ഉസ്മാനെ, നിനക്കൊരു അർജന്റ് വരുമ്പോ മന്തി വാങ്ങാനും നിന്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഉമ്മാരുണ്ടാവാറില്ല. അതെ ആ ഇല്ല, പക്ഷെ ഇത് എന്റെ കൂട്ടുകാരല്ല ബോസേ. കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്നെക്കാളും വലുതാണടാ ഉമ്മാര്. അല്ല, പക്ഷെ ഇതെന്റെ കൂട്ടുകാരല്ലേ. ഇപ്പൊ ബോസിന് കൂട്ടുകാരില്ലേ? മാലിക് ബോസിന്റെ ചങ്ങായി അല്ലേ? ആ പക്ഷെ അപ്പൊ ഇപ്പൊ ഇവന് എന്റെ ചങ്ങായില്ലേ ബോസേ? ഇവൻ എന്റെ ചങ്ങായില്ലേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. പക്ഷെ പോയല്ലോ, ആ കൊച്ചുപൂറി എന്താ ഇട്ടെന്ന് കണ്ടില്ലല്ലോ ഞാന്. അയ്യേ, അത് പോയടാ. സാംസുലേക്കിന്റെ ഫേക്ക് അക്കൗണ്ട് കൊണ്ടുവന്ന് വന്ന പലതും പറയൂ. ആ, റിമൂവ് ഇടുന്നല്ലോ. ഉസ്മാനെ ഞാൻ വീണ്ടും അല്ല, അത് ഞാൻ അവസാനമായിട്ട് പറയാണ്. ആർജി സാറിന്റെ ലീഡറായി കണ്ട് ഞാൻ പറയാം. അല്ല ശരിക്കും ഞാൻ ഇങ്ങോട്ടാ ഇതില് ഗാങ്ങിന്റെ എന്തിനിപ്പോ ആവശ്യമില്ല. ഈ ടുട്ടിന് വേണ്ടി എന്തിനു ശരിക്കും RG7 എന്താടാ കുണ്ണാളെ നിങ്ങള്? മാച്ച് കിട്ടി ശരിക്കേ. ഇത് RG7 ഭാഗത്തുനിന്ന് എന്തിനത് കാണുന്നേ? എനിക്ക് മനസ്സിലാത്തോണ്ടിരിക്കുക. ശരിക്കും അപ്പൊ നിങ്ങളിത് ഗ്യാങ് അല്ല? ഗ്യാങ് അല്ല, ശരിക്കും നമ്മളെ കമ്മ്യൂണിറ്റി ബന്ധ ബോണ്ട്, നമ്മളെ ആൾക്കാരെ ചിരിപ്പിക്കാനും കമ്മ്യൂണിറ്റി ഇല്ലേ? ഒറ്റ കടിക്കുന്നുണ്ട്, ഒറ്റ കടിക്കുന്നു. അപ്പൊ നിങ്ങളെ സിങ്ക് പോയാ അപ്പൊ? അല്ലല്ല, അല്ല സിങ്ക് അല്ലാത്ത സിങ്ക് ചൊറിഞ്ഞതാ. ശരിക്കും ഞാൻ പറഞ്ഞിരിക്കേ. ശരിക്കും ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് മനസ്സിലായി. ആണുങ്ങൾ കേറുമ്പോ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും, മനസ്സിലായ? പോന്നാണ് വണ്ടി കയറ്. എന്താണ് ഉമ്മാനെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റാത്ത? ഉസ്മാനൊക്കെ മാറിയടാ, കുറച്ചു കാലം എന്റെ അടുത്ത് മാറിന്നപ്പോത്തിന്. ഇങ്ങനെ അല്ലായിരുന്നടാ ഉസ്മാൻ. കണ്ട ഉസ്മാനെ, നമ്മളെ തടുക്കാൻ കുറെ ശക്തികൾ വരും. ഒരിക്കലും നമ്മളെ തടുക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. നമുക്ക് ഇത് എത്തുമ്പോ സമയം. ഓ ഉസ്മാൻ നമ്മൾ കേറി കണ്ട 3 പേർക്ക് ഒറ്റ മൈൻഡ് കയറും, മനസ്സിലായോ? ഇതെന്താ കേറാൻ പറ്റുന്നില്ല. അത് കേറുമ്പോ തോക്ക് വരുന്ന ചേക്കേ. F വെക്കുമ്പോ തോക്ക് വരുന്ന ഇങ്ങനെ കണ്ടാ. തോക്കി റെഡിയാക്കി തരാം. ഇതാ കണ്ട F വെക്കുമ്പോ തോക്ക് വരുന്ന. അടിക്കാൻ എന്തിനാ ഈ കൊണ്ടാളെ ചേട്ടാ? കൊല്ലണടാ, ഈ ടർബോ കൊല്ലണം. ലോക്കാക്കിയും കാര്യം തുള്ളാൻ പറ്റും. ഇതാണ് തൊട്ട് ശരിക്കും ശരിക്കും നമ്മളെടുക്കാൻ പറ്റൂല ശരിക്കേ. എന്തായാലും കുറച്ച് പ്രായേറിയ ബ്രെയിൻ ആയിരിക്കൂലേ, അത് മനസ്സിലാക്കി ശരിക്കേ.
ശരിക്കേ പിന്നെ വയസ്സ് കുറവാണെങ്കിലും ചിന്ത വലുതാ. ബുദ്ധി കുറച്ച് കൂടുതൽ, അത് ഫ്രഷ് ബ്രെയിൻ ഉമ്മാരെ ഒരു നമ്മള്. ദിവസം സ്പെൻഡ് ചെയ്യൂല ഉറപ്പാ. ഉമ്മാരെ ഞാൻ എന്തായാലും ആളെ വിട്ട് അടിപ്പിക്കും ഉറപ്പാ. ആ ശരിക്കും ഉസ്മാന്റെ മണിയൊന്നും എഴുതാക്കാനുള്ള കുറച്ച് മണി പൈസ ഞാൻ ഓന്റെ ബിൽഡായി കൊടുക്കണ്ടോ? ഓന്റെ മണിയല്ലേ. അപ്പൊ ശരിക്കും അത് ചെയ്യോ ഇപ്പൊ? ആ അതിപ്പോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളയാൻ നിക്കണ ഒരു 3 എണ്ണം ഉണ്ട്. അവന്മാരെ വെച്ചാണ്ട് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇത് ആഴ്ചക്ക് ടുട്ടി ഇത്ര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു ലീഡർ ഒരു 3 ആളെ കിക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചു. മനസ്സിലായാ? നിങ്ങളെ 3 ആളെ കളയുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങളെ 3 ആളെ കളഞ്ഞ അല്ല ശരിക്ക് ആന വാലാട്ട് ചിന്തിക്കണതാണല്ലോ. എന്ത് അതല്ലേ ആന വാലാട്ട് ഇതല്ലടാ ഇവൻ പറയുന്നത്. ആന വാലാട്ട് എന്ത് അല്ല എന്ത് നിന്റെ വെല്ലു കുട്ടിയൊക്കെ പോയാ നിന്റെ മനസ്സിലാവില്ല. നായ എന്തിനാ വാല് ഒന്നിക്കുന്നേ? അങ്ങടെ കൊണ്ണേ അത് കാളയെന്ന് മനസ്സിലായ? അത് നമുക്ക് പഴഞ്ചൊല്ലൊന്നും അറിയില്ല, കാരണം നമ്മള് ന്യൂ ചെല്ലന്മാരോ. മനസ്സിലായോ? ഒറ്റ ക്യാൻഡിൽ ചെയ്യാൻ കഴിയില്ല ഗൈസ്. സ്റ്റിബിഡിയാണോ? കാണുന്നില്ലേ? എനിക്ക് നാളെ നടുവേനക്ക് ഡോക്ടർ കാണിക്കാൻ പോട്ടെ. പോവാട്ടോ. അയ്യോ എക്സ്പീഡിയോ ഒക്കെ കാണുന്നു. എക്സ്പീഡിയോ മാക്സ് ഒന്ന് കാണണം കേട്ടോ. അടുത്ത വീൽ ചെയറിലാവുന്ന ഞാൻ പറയട്ടെ, ഷെയ്ക്കിന്റെ ബ്രെയിൻ റോട്ട് എന്നല്ല പറഞ്ഞാലും മറ്റേ പിന്നെ പറയാം നല്ല വയസ്സുണ്ടെന്ന് പറഞ്ഞാന്ന്. പ്രായമുണ്ടോ? ഇതെന്താ കണ്ട ചെറിയ പിള്ളേരെ ആവാൻ നോക്കുന്ന, ചെറിയ പിള്ളേരെ ആവാൻ നോക്കുന്ന ഇതല്ല കണ്ട, കുഞ്ഞു പിള്ളേരെ പോലെ ഇതല്ലോ. ഇതെന്തൊരു ചെങ്ങായിയാണിത്. 3 ആള് കൂടിയൊക്കെ കട്ട് ചെയ്ത് നമ്മള് 3 ആള് വിട്ട് ജയിക്കുന്ന കണ്ടോ? ഈ വേറെടക്കേക്ക് മൂക്ക് കേട്ടാണ് ഇല്ലടാ. ഷെയ്ക്ക് ചെറിയ മാനെ പോലെ കട്ട് ചെയ്ത് എന്നാ കണ്ടോ? നമുക്കറിയാതെ എന്നാ കണ്ടോ? നമ്മള് കൊറേ ഊക്കി കഴിഞ്ഞാ പറയാണേ എന്നാ കണ്ടോ? ഞാൻ മിണ്ടൂല. അതേപോലെ വാ പൂട്ടിട്ടോ പിന്നെ വാ തുറക്കല്ല. ഇനിയിപ്പോ നടക്കുന്ന റെഡി. ഞാൻ പറയുമ്പോ ഈ കൂട്ടത്തിലെ തന്തേനെ വിളിച്ചു മാക്കിനെ കൂട്ടും കൂടെ പിടിക്കാൻ വേണ്ടിട്ട്. തന്തമാരെ കൂട്ടും, ബിലാലിനെയൊക്കെ കൂട്ടും. അടുത്ത മാമ വിളിക്കുന്നു കേട്ടോ. ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും ആക്സിലേറ്റർ 100 കൊടുത്തങ്ങണ്ട് എത്തിയാതി. അതേണ്ട് പറഞ്ഞേക്കാൻ വേണ്ടി. ഇന്നാ പിടിച്ചോ, ഇന്നാ കണ്ടോ? കാര്യം പറയാനാ നമുക്കൊണ്ട് വരണത്. സത്യം പറയാൻ ശേഖരിച്ചാൽ അതെല്ലാം പുതിയ പിള്ളേരാക്കുന്ന സാധനം വിചാരിച്ച. അതാ കുറച്ചെങ്കിൽ മോഡേണാ ഇന്നാ കണ്ട വണ്ടി പോന്നില്ല. ഇത് 50 വയസ്സോട് കണ്ണിനൊക്കെ എന്താ പറ്റിയതാണോ? വയസ്സായില്ലേ? കണ്ണൊന്ന് കാണട്ടെ. എത്തുന്നേരം മുണ്ടൂല. മനസ്സിലായ? കൊമ്പനൊക്കെ ഇറങ്ങി വരും കാട്ടിന്ന്. കാട്ടിന്ന് ഇറങ്ങി വരും. ഹലോ എങ്ങനെയാലും ഈ ഭൂമി ഒന്നും അല്ലല്ല മിണ്ടൂല, വായ തുറക്കും. ഇനി മാക്ക് വന്നിട്ട് കുറച്ച് ഫിലോസഫി പഠിക്കും. എങ്ങനെയായിരിക്കും ഞാൻ വരട്ടെ? എന്തിനാണ് ഒരാൾ ഊക്കണേ? ഒരാൾ ഊക്കുന്ന ആളുടെ നമ്മളെ ഊമിക്കാൻ വേണ്ടി മാക്ക് ആളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്കറിയാം. ശരിക്കും നെഞ്ചൊക്കെ ഹെഡ്ബെറ്റ് അടിച്ച് പൂട്ട് കിടക്കുന്നത്. ഞാൻ ഓടിക്കണോ? വണ്ടി ഓടിക്കണോ? കണ്ണൊക്കെ വെക്കാന്നോ? ബോസ് വണ്ടി ഞങ്ങൾ ഓടിക്കണോ? നമ്മൾ ഓടിക്കാൻ വയസ്സ്
മയില് ചത്തടാ. ഇല്ല ഒരുത്ത ചത്തിട്ടുള്ളടാ, അവൻ രണ്ടാള് ചത്തില്ല. ആ പറ 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 കോണ ആ കുണ്ണൊക്കെ വെയിറ്റ്. ഇല്ല ഞാൻ ഇവിടെ എസ് പമ്പിലുണ്ട്, ഇങ്ങ് വാങ്ങുവാ. എന്നെയല്ല ഇതാ ഇവിടെ എസ് പമ്പിൽ, ഇവിടെ വാ, മേലെ വാ. ഹോസ്റ്റേജാ എടാ, ഒന്ന് വന്നാനടാ അവിടെ. ഈ പിങ്കില് വാ ഉമ്മാരെ. ജോഷോ ഉമ്മാരെ കണ്ണേമ ഇതാണ്, ഉമ്മാരെ കണ്ണേമ ഇതാണ്. ആ പിടി 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 കണ്ണേമ വണ്ടി തറകടാ കൂടെ ഇറങ്ങിക്കോ, പൊട്ടിക്കുവേ. ഒറ്റയടി തല. വണ്ടി എടുത്താ ഫയർ ചെയ്യേ, വണ്ടി എടുത്താ ഫയർ ചെയ്യും. ആ അയ്യോ ഇറങ്ങണ വണ്ടി ഇത്. ഇല്ല ഇറങ്ങ. ആ സംസാരിക്ക, വണ്ടി ഇറങ്ങ്. മാക്ക് ഇവിടെ വന്നാണടാ, ഈ പിങ്കില് വാ. ജെ ഇക്കുറു ഒന്ന് ഇവിടെ വന്നാണടാ. ഞാന് ഇപ്പൊ ചില്ലിയാടാ. എവിടെയാ ലൊക്കേഷൻ? അതാരടാ? ഉസ്മാനാണത്. അടാ മാക്കാണത്. നീ അടിച്ചാവന്മാരെ ഡൗൺ അടിച്ചിട്ടാ കുണ്ണെ, രണ്ടായിരം. നിങ്ങളെ ടുട്ട് ഞാൻ റെഡിയാക്കി തരാം. അവിടെ വണ്ടി ഇല്ല സിറ്റുവേഷൻ ഒന്നല്ല, ചുമ്മാ ചോദിച്ച വണ്ടി എടുത്ത് വന്നാണടാ. ആ ശരിയാണല്ലോ. അയ്യേ ഉമ്പിട്ടോ, സത്യം പറഞ്ഞ ഞാൻ വണ്ടി ഇല്ല. ഒരു വണ്ടി വിളിച്ചാണടാ മാക്ക്. മാക്ക് വണ്ടി വിളിക്കുന്നതായിരിക്കും. ഷോപ്പ് കാണേണ്ടി വരുന്ന കുറച്ചേരം. തൽക്കാലം ബാക്കിൽ വെക്കാം. ഇപ്പൊ ഗതികേടായിപ്പോയി. ടക്കായിനെ മസ്റ്റാക്ക. ആ അത് ശരിയാന്നല്ലോ, ടക്കായി വള്ളത്ത് കിടക്കുന്നുണ്ടടാ. വാ വണ്ടി എടുക്ക് മാക്കെ, വണ്ടി എടുക്ക്. ആ ഇവന്മാരായിട്ട് ഡിക്ലെയർ ചെയ്ത് തരാം. എടാ നിങ്ങളെ ടുട്ടിന്റെ ടീയേ ഉള്ളു കേട്ടോ. ലാസ്റ്റത്തെ ടീ ഇല്ലേ, ലാസ്റ്റത്തെ ടീനെ നമ്മൾ കൊണ്ടുപോയി കത്തിക്കാൻ പോവാന്ന്. നിങ്ങക്ക് നിങ്ങളെ അവസാനത്തെ ടീനെ ഒന്ന് ലാസ്റ്റ് വാണിങ് അടാ കുണ്ണേ, നീ ഇല്ല അങ്ങോട്ട് വാ. അയ്യോ ചത്തു. ഇങ്ങനെ ഓറ കളയല്ലേ വീണ്. ഇല്ലല്ല ടുട്ടായിട്ട് KKPP കളിന്നാ. എന്തിനാടാ വീട്ടൻ പോലത്തെ ഉമ്മാരായിട്ടൊക്കെ നമ്മ എന്തിനാ പേടിക്കുന്നത്? നമ്മള് വള്ളത്തിലാ ഏറ്റി ഇതെങ്ങനെ നിന്ന് ഇതാവലടാ. രക്ഷപ്പെട്ടടാ. ആ വണ്ടി പൊട്ടി എടുത്ത് അവിടെ നോക്ക്. ഇതിന്റെ ആ കണ്ടട ചോദിച്ചുവാ. പുറകിലുണ്ട് വണ്ടി ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. കളിക്ക് KKPP എന്നാ. എന്തിനാടാ മാരെന്ന് അമ്മ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലല്ലേ? എടാ ഇവൻ പൊന്തിയാ. അവന്മാരെന്തോ ബഗ്ഗെല്ലാം യൂസ് ചെയ്ത് കണ്ടേ. റേഡിയോയില് നോക്ക്. റേഡിയോയില് ടക്കായി. എടാ ടക്കായി. എന്തുവാ
ആ ജോഷുവാ എടാ ടക്കായും ചുണ്ടയിലും ടെർബോ ഒന്ന് പുറത്ത് വന്നാണടാ വീശിവാ അമ്മാരെ അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ KKVP കളിച്ചിട്ട് തന്നെ നോക്കി വരുള്ളൂ. KKVP കയറി ആ മെറ്റ പുണ്ട അവിടെ ഇരുന്ന് മെറ്റ അടിക്കുന്നേ ഇല്ല. ഇനി നിങ്ങളെ അടിച്ചിട്ടല്ല അത് വേറെ ഒരു വർത്താനം ഇല്ല മുത്തേ. എന്ത് KKVP വാ അടി ഞാൻ അവിടെയാണ് കണ്ടത്. കേറി 3v3 നമ്മ മൂന്നുപേര് പിന്നെ ആരാന്ന് നമ്മള് ഞാനും മാക്കും ജോഷിയും. ഒരു പോയിന്റ് എടുക്കോ നിങ്ങള്? നിനക്ക് നമ്മളെ മനസ്സിലായിട്ടില്ലല്ലോടാ കൊച്ചുകുണ്ണെ. മാക്കന്മാരെ റിമോട്ടൊക്കെ അങ്ങനെ അത് അത് പറയുമ്പോ നിന്റെ ഇത് പോയാ കുണ്ണെ? അതില്ല, അങ്ങനെയുള്ളതില്ല. റിമൂവ് നല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല കുട്ടിനെ തോപ്പിക്കാൻ വേണ്ടി. ബോംബും ഉറപ്പുണ്ടാ കുറുപ്പാണ് തിരക്ക് ജോഷൊക്കെ പാര വരേണ്ടത്. ഒന്നും കേൾക്കണില്ല ഒരു മിനിറ്റ് ചാലഞ്ച് ഉണ്ട് ഗൈസ്. അല്ലല്ല നീയൊക്കെ തോറ്റ ടുട്ട് ഇന്നോടുകൂടി നശിക്കും. സെൽഫ് ഡിസ്മാൻഡിൽ. എന്താ പേടിയുണ്ടോടാ കൈ? കൊറേ കാലായില്ലേ ഇവരെങ്ങനെയാന്ന് അറിയോടാ, നമ്മള് കളിയാക്കും എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പൊ പറയും ഓ ഡിസ്മാൻഡില് കടി കൊണ്ട് അടിച്ച് തെളിയിക്കടാ. ഇപ്പൊ നമ്മള് വിളിക്കുവല്ലേ? ആയിക്കോട്ടെ. എന്ത് പറ്റി? രണ്ട് അണ്ണന്മാര് 5 വർഷത്തെ ഞാനോ ഞാൻ ഒരു വർഷം ഞാൻ പറട്ടെ കുറുപ്പുണ്ട് അവിടെ. എന്താ ജോഷിനെ മതിയാന്നില്ലേ? ജോഷു അല്ല ഞങ്ങള് കോറിഡേഴ്സ് മതി. കോറിഡോർ വരും നോക്കട്ടെ. ജോഷു കയറിക്കോ. കുറുപ്പില്ലെങ്കിൽ ജോഷു കയറി. SMG അതെന്താന്ന് ഷെയ്ക്ക് മാക്ക് ജോഷു നിനക്ക് കുറുപ്പ് വരും നോക്കട്ടെ. പെട്ടിയൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്ത് വെച്ചോ. ഇല്ല കുറുപ്പ് എടുക്കുന്നില്ല. അപ്പൊ ജോഷുനെ വിളിച്ചോ. പറ ആഡ് എന്നിട്ടാണ് മാക്കെ നമ്മളെ ബാനിൽ ലിഫ്റ്റ് ആടാ മാക്കെ. ഓ ടക്കായും ടൊറബും പോയി. എന്തല്ലോ സാധനം പറഞ്ഞു കൊടുക്കാൻ പോയതാ തോന്നുന്നുണ്ട്. ഞാൻ ചോർത്തി തരാ വീട്ടി കേട്ടിരുന്നു. ആ സക്കായി ചെല്ലടാ. മാക്കെ ലൈവിലെന്തോ കത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. അത് നമ്മളാ നിങ്ങളെന്തോ കത്തിക്കുന്നൊക്കെ. നമുക്ക് ആ പേടിയില്ലല്ലോ മുത്തേ. നമ്മള് പഴയ ആൾക്കാരാന്ന് വെച്ചിട്ടാണ് ഇമാരെ റൂമിൽ നോക്കി പറഞ്ഞേട്ടാ. നിങ്ങൾ മനസ്സിലായിട്ടില്ല ചെറിയമാർക്ക്. അതാരടാ പണിയെ വെക്കുന്നത്? എല്ലാത്തിനും ഉറക്കിയാ മതി. മേക്ക് കുഞ്ഞാണല്ലോ എന്നെ അടിച്ചത്. മറ്റേ സ്ഥലത്ത് തന്നെ പിടിച്ചിട്ട് ആരോ അവിടെ എടാ ഈ മാക്ക് ഇട്ട സ്ഥലം സെറ്റ് ഇട്ട് മറ്റേ ലീജിയൻ സ്ക്വയർ അടിച്ചാ പോലെ. ധരിച്ച
ഡിസ്കോന്റെ പ്രഡിക്ഷൻ മൊത്തം ടുട്ടിനാണല്ലോ. പിന്നെ പിള്ളേർക്കൊന്നും അതില്ല ആരടാ വെയിറ്റ് റൂം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോവാ, കുഴപ്പമില്ല. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ട, ക്രിയേറ്റ് ഹൈപ്പർ ഷിഫ്റ്റ് ഓൺ ആണ്. പക്ഷെ എന്റെ ഈ ഇത് കുറച്ച് കുറക്കണം, കുറച്ച് പഠിച്ചിട്ട് വെയിറ്റ് പൈസ ഒന്നും വേണ്ട. ടെറസാണേ 1700 മിലിറ്ററി ബേസ്. അല്ലല്ല ടെറസ് ടെറസ് വേണ്ട, ഈ ടെറസ് വേണ്ട, മറ്റേ 1v1 മാപ്പ് ഇടും മിലിറ്ററി ബേസ്. ഞാനിത് ആദ്യം 1500 ആയിരുന്നു. ഇതാ ടുട്ട് വേഴ്സസ് RC7. അപ്പൊ നമ്മ എന്താ പറയാ, ടുട്ട് വേഴ്സസ് നിങ്ങള് ടുട്ടല്ലേ? അപ്പൊ നീ ഒന്നെങ്കിൽ ടുട്ട് ഒന്നെങ്കിൽ RC7. നീ പപ്പു നമ്മളൊക്കെ കേറിയ ടുട്ട് താങ്ങൂലേ പപ്പു, മനസ്സിലായ? നമ്മ കേറിയ ടുട്ട് തൂറും, മനസ്സിലായ? ടുട്ട് ജയിച്ചാ 2K ടൂട്ടിന്. അപ്പൊ RC7 നമ്മള് ജയിച്ചാ ഒന്നുമില്ലേ ബ്രോ? നമ്മളെന്താ മൂഞ്ചാനാ? അടിക്കണേ ഇത് ഇപ്പൊ ജോഷു ഞാനും മാക്കുമായി. അവന്മാര് മൂന്നാളും. അവര് മൂന്നാള് വെയിറ്റ് ടക്കായി ടൂർബോ ഉസ്മാൻ അതല്ലേ TUT. ഇവന്മാരെ കുണ്ടന്മാരാ ഷർട്ടും പാന്റും ഊരി അടിക്കുന്നൊക്കെ പറയുന്നത്. ഈ രാമൻ ബി പി ആരാ? അതൊന്നും എനിക്ക് അറിഞ്ഞോളൂ. നിങ്ങൾ വന്ന് കേറ്, എവിടെ റൂമിട്ട് ഇവിടെ വാ. റൂമിൽ കയറുക. യാറാ അത് റൂം മാച്ച് അതല്ല ഇവിടെ മാറ്റ്. ശരിക്കും അങ്ങോട്ട് കൊടുക്കല്ലേ? അല്ല ഇതന്നെ റൂം. ശരിക്കും അവിടെ നോക്ക്, റൈറ്റ് സൈഡില് ടക്കായി ബോട്ടിന്റെ ഒരു റൂം ഉണ്ടാവും. എവിടെ അത് റിഫ്രഷ് ചെയ്യ് ടക്കായി ഇവിടെ എവിടെയാ? അവൻ വലിക്കണം, ഇനി വലിക്കണം, അവൻ വലിക്കണം. ഇവന്മാരെന്താ ഒരാളെ ഉള്ളോ? ഗോസ്റ്റ് ഓഫ് സ്പാർട്ട ബ്രോ, താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. അയ്യോ ടുട്ട് ഫോർ 500 3K RC7 ജയിച്ചാൽ അടുത്തോമ്മ കിക്ക് പോയിന്റ്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി, മനസ്സിലായോ? അല്ലേ വേണ്ട, ഗൂഗിൾ പേ ഇങ്ങോട്ട് അയക്കും. 1000 വെച്ചാണ്ട് ഇവർക്ക് കൊടുക്കട്ടെ മാക്കിനും. ഞാൻ ഇത് ഓഫ് ആക്കണം. ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്ത് മറ്റേ ട്രൈ ഹാർഡ് ചെയ്തോ? അല്ല ട്രൈ ഹാർഡ് ചെയ്യാനൊന്നും ഇല്ല. ക്ലിപ്പാവും കേട്ടോ, ടുട്ട് ലാസ്റ്റ് ക്ലിപ്പാക്കും, വെറുതെ വേണ്ട. കണ്ടന്റ് കൊടുക്കണ്ട. കേരള എന്താടാ ടക്കായിന്റെ ടീം ഇല്ലേ? പേടിച്ചവന്മാര് പ്ലാനിങ് ആയിരിക്കും. എന്തൊക്കെ ആക്കുക അവിടെ ലൈവിലിട്ട് കത്തിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കേറടാ ഉസ്മാനെ, ഉസ്മാനെ കേറ്. റിഫ്രഷ് ചെയ്തോണ്ടിരിക്കടാ. എടാ ഈ ബോട്ടിനൊക്കെ പിടിച്ച് മാറ്റടാ തീന്ന്. അത് നമ്മള് അടിച്ച് കളിച്ചാലോ കിക്ക് ചെയ്തിട്ടെ. ഞാൻ വന്നടാ. ഇല്ല ക്യാമ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ക്യാമ ഓൺ ആക്കി കളി ഫുള്ള് കിട്ടൂല. അതാ ഇല്ല വേറെ വിസി പോ. പോടാ പുണ്ണെ ഇറങ്ങിച്ച് ബാക്കില് നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ റൈറ്റ് കയറി നോക്കാം, ഞാൻ ബാക്കിൽ വരെ നോക്കാം. അല്ലല്ല ലെഫ്റ്റിലുണ്ടാ കൊറേ എണ്ണ. ഞാൻ അതിന്റെ ഉള്ളിൽ കൂടി പോയതാ. 2 പൊട്ടന്മാരാ. അതുപോലെ തന്നെ നോക്കാം. അങ്ങനെ ഓടിപ്പോയല്ല, വെറുതെ ഡിങ് മേടിക്കോ നിങ്ങള്? ഫ്രീ ഫയറിനകത്താ ഫ്രീ ഫയറാ? ഫ്രീ ഫയർ
എടാ അതൊക്കെ എന്താടാ അടിച്ചാ വണ്ടി സുഖാണ്, ഇങ്ങ് ബാക്കി രണ്ട് ബാക്കിയുള്ളടാ. പൊട്ടന്മാരാണ്. ടർബോനൊക്കെ ടർബോനെ ആദ്യമേ മാത്രം എടുത്ത്. അടിച്ചാ മതി, ബാക്കി രണ്ട് പൊട്ടന്മാരാ. ഞാൻ പറയട്ടെ ഇതോടെ ഇതിന്റെ DPI നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് കളിക്കാൻ കഴിയില്ല. മാറ്റണം, എനിക്ക് ഇതിന്റെ DPI മാറ്റണം. കണ്ണൂരത്തിനൂടി അത്രേ ഉള്ളൂ മുത്തേ. ഒരു മിനിറ്റ് എടാ, ഒറ്റ മിനിറ്റ്. ഞാൻ എന്റെ DPI ഒന്ന് പഴയ തന്നെ ആക്കട്ടെ. ശരി, ഒരു മിനിറ്റ്. അവര് കേറിയവരുണ്ടേ. ആ തീർത്ത് അവര് കൈവക്കി. ആ പോട്ടെ. എന്താ അല്ല ഒന്നുമില്ല. ഇനി പോയി അല്ല, തിരിച്ച് ശരിക്കും മൗസിൽ അടക്കും നിങ്ങള്. മൗസ് മൗസ് ഊരിപ്പോയി തില്ല്. ആ ഓക്കെ. ഇതിലെങ്ങനെയാടാ പോയിന്റ്സ് നോക്കല്? വെയിറ്റ്. അത് മറ്റേ ടിൽറ്റ് ഇല്ല, എസ്കേപ്പിന്റെ അടിയിൽ. കളി തുടങ്ങിയാ അവിടെ പോയിട്ട് ബോസാന്ന് പറഞ്ഞു. ഇവന്മാര് ഫ്രീ ഫയർ തെണ്ടികള്. അത്ര ഉള്ളടാ മുത്തേ. ഒമ്മാരെ വിചാരം നമ്മള് ജയിക്കണോ? അത്രേ ഉള്ളൂ. 4-2. വിചാരം നമുക്ക് ഒന്നും ആവൂല. അയ്യേ അതാരടാ അടിച്ചത് തന്നെ. ടർബോ വൺ തുടങ്ങി. തോക്കാൻ തുടങ്ങി. വൺ വേ 3 ഇങ്ങനെയൊക്കെയല്ല. മയിലടാ അതിലെ കേറണ്ടീന്ന്. രണ്ട് വൺ ഹെഡാ ലെഫ്റ്റിലെ. എവിടുന്ന് ഞാൻ 2 ഡിങ്ക് കൊടുത്തിട്ടോ. വെയിറ്റ്. നിങ്ങൾ കേറ്. നേരത്തെ കളിച്ച പോലെ തന്നെ കളി. കേറി കളിച്ചോ. ബാക്കിൽ വരണം നോക്കണേ. നൈസ്. രണ്ടാളെ അടുത്തുണ്ട്. അത്രേ ഉള്ളൂ. എന്നോട് അത്ര ഉള്ളടാ മുത്തേ. അത്രേ ഉള്ളൂ. ബാക്കിയാ നോക്കിയോളാം പറഞ്ഞില്ലേ അടുത്ത. ഇങ്ങനെ ചുമ്മാ ഓടുന്നിടത്ത് പ്രീഫയർ ചെയ്തിട്ട് ഊണ്ടിയ കളി കളിക്കുന്നതിലേക്ക് ഇന്ന് ടുട്ടിന്റെ 2 ഡിസ്മാൻഡിൽ ചെയ്യണം. കുന്നാളാ പേടിച്ചടാ. ഇത് നിക്കാൻ തുടങ്ങി. വൺ വേ നിക്കാൻ തുടങ്ങി. അതാ 2 ഡിങ്ക് അടി. ഈസി എടാ ജോഷി, നിനക്കുള്ള കേക്കിനുള്ള പോലും ഇല്ലത്. ആ ഒരു മറ്റൊരു ഡിങ്ക പല്ലടിക്ക ഞാൻ കൊടുത്തിട്ടോ. അത്ര അയ്യേ അത്ര ഉള്ളടാ മുത്തേ. കൈ വെക്കുന്ന ഇല്ല അടിക്കും. ഇല്ല. ഇന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കളയണം മാറ. എന്താ സ്പോണിലെന്ന് ഉസ്മാൻ. ഒരു ഡിങ്ക് ടർബോ ഒരു ഡിങ്ക് ടീം കിൽ ചെയ്ത് ഇനി ഉസ്മാനും ടർബോ മാത്രമേ ഉള്ളൂ. ഈസി. അടി. അത്രേ ഉള്ളൂ. ഇന്ന് ഇവന്മാരെ കളയണം. അയ്യേ വാണം. അയ്യേ എന്താണ് നിമ്മ കേറുന്ന മയില്. സത്യ റോള് ചെയ്യുന്നടാ. അടി അത്രേ ഉള്ളൂ. പൊട്ട്. ഇല്ല ഒരു കുഴപ്പമില്ല. മേക്കെ പോലെ ഓപ്പുള്ളവര് പോലെ. ഓപ്പണിലിങ്ങനെ ഇരിക്കല്ലേ മേക്കെ. അടാ കിട്ടു ജോഷല്ല. അയ്യേ നിങ്ങൾ ഒപ്പരം കളി നേരത്തെ കളിച്ച പോലെ.
ഞാൻ കയറി പോകണ്ടെന്ന്. എടാ എന്താടാ അത് ടർബോ ഉണ്ട്, ടർബോ ഉണ്ട്. ഇങ്ങ ഒപ്പം കേറിക്കൂടെ? നിങ്ങൾ കയറി പോക്കോ, നിങ്ങൾ രണ്ടുപേരും കയറി പോക്കോ, കയറി അങ്ങ് പോക്കോ, കയറി പോക്കോ, കയറി പോക്കോ, കയറി പോക്കോ, റൈറ്റ് കയറി പോക്കോ, റൈറ്റ് കയറി പോക്കോ. എടാ ആരാടാ എന്നെ അടിച്ചത്? ശരിക്ക് ഇവന്മാർ ഉസ്മാനെ ബെയിറ്റ് ആക്കി വിടുവാ. കണ്ടേ എപ്പോ ഫസ്റ്റ് ബെയിറ്റ് ആക്കി വിടുവാ. ഗഡി അടിക്ക് ഗഡി. അത്രേ ഉള്ളൂ. പൊട്ടന പൊട്ടന ടക്കയ്യ അടി. അത്രടാ മുത്തേ ഡബ്ല്യു. ഉമ്മ 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 മുത്തേ. മയിര് മയിര് ഞാൻ കുടുങ്ങി, ഞാൻ കുടുങ്ങി. നിങ്ങൾ റൈറ്റ് പോക്കോ, നിങ്ങൾ റൈറ്റ് പോക്കോ. ഞാൻ കണ്ടടാ ഇതിലെല്ലാം കേറുന്നത്. ഞാൻ പറഞ്ഞേ ഈ ഒരു എല്ലാ സാധനത്തുമ്മലും കേറും ഞാന്. അത്രോളടാ, അത്രോളൂ. എടാ എല്ലാത്തുമ്മലും കേറി നിക്കുന്നടാ. ശരിക്കും അവിടെ ചെന്നിട്ട് ഇങ്ങനെ കളിച്ചാ മതി, ഇങ്ങനെ ഒപ്പരം കളിച്ചാ മതി. ലിങ്കുണ്ട്. ടക്കായിക്ക് മാത്രമല്ല, മറ്റൊന്നില്ല. ടക്കായി ടർബോക്കിലിങ്ക്. ആ ആർക്കൊക്കെ ഇടിങ്ക് ബാക്കിലുണ്ടാ മേക്കെ? അല്ല മുട്ടമണി. അതാരാ ഉസ്മാൻ അടിച്ചടാ എന്നെ മയില്. നിങ്ങൾ ഓൾറെഡി അടാ ഇത് കൊണ്ടടാ ഇത്. ബാക്കിലെത്തി നിങ്ങളാ ചത്തു. ഉസ്മാ മാത്ര ഈസി. ഈസിടാ. ആ ഈസി. വെയിറ്റ് നീ ഹീൽ അടിച്ചിട്ട് പോ. ഇങ്ങോട്ട് പുഷ് ചെയ്യും, ഉസ്മാൻ പുഷ് ചെയ്യൂ. ഒരു 2 ഡിങ്ക് കൊടുത്ത് ചത്തില്ല. റൗണ്ട് പോന്നേ കളിക്കും നിങ്ങള്. റൗണ്ട് പോന്ന് അത്ര ഗഡി നല്ല നല്ല രണ്ടുപേരുണ്ടായിരുന്നോ? ഒപ്പർ റൈറ്റ് നിങ്ങൾ റൈറ്റ് നോക്കോ, നിങ്ങൾ റൈറ്റ് നോക്കോ. പുഷ് ചെയ്യ്. രണ്ടുപേരുടെ ഡിങ്കാണ്. മുട്ടമനയുടെ ബാക്കിലുണ്ട്. ഈസിക്കില്ലേ? ഇല്ല മൂന്നാളാ. എത്ര റൗണ്ടിൽ ഇട്ടേക്കുന്നേ? 20. എടാ ഷെയ്ക്കും മാക്കും റൈറ്റ് അങ്ങ് പോ. ജോഷിയുടെ ഹോൾഡ് ചെയ്യും. കണ്ട ഈ കൊലയാടി മോൻ കണ്ടില്ല മേലെ കേറി പോന്ന്. എന്തൊരു ഊമ്പിയ കളിയാ കളിക്കുന്ന അറിയാം ഞാൻ. സത്യം പറയല അയിമലെല്ലാം കേറി പോകുന്ന എങ്ങനെയാടാ? ചുമ്മാ ആവശ്യമില്ലാതെ കേറി പോകുന്നത്. നിന്ന് കളിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. റോള് ചെയ്യുന്ന കളി പോന്ന് മേക്കെ വന്ന ഊമ്പിയ കളിയാവുന്നുണ്ടേ. മാക്ക് റൈറ്റോ. അവനെ അടിക്കേ നിങ്ങൾ അവൻ ഡിങ്കാ. ഞാൻ ഒരു ഡിങ്ക് കൊടുത്തിട്ട് ഒരു രക്ഷയില്ല മയിരെ, ഒരു രക്ഷയില്ല. എത്ര ആൾക്കാരെ എല്ലാരും ലെഫ്റ്റ് കേറ്, എല്ലായിടും കൂടി ലെഫ്റ്റ് കേറ്. 2 ഡിങ്ക് ടർബോ അത്രേ ഉള്ളൂ. ഇല്ല ഈസി. ഒരുമിച്ചടി. കിട്ടും. അത്രേ ഉള്ളൂ. കേറടി മാക്കെ. മുട്ടമണി പൊട്ടന ബാക്കിൽ ഒരുമിച്ചടി. മുട്ട മാക്കപ്പുറത്ത്. ആ പോ ഒപ്പരം കളിയാ. ശരിക്കും മാക്കിനടുത്ത് പോ 1v1 കൊടുക്കല്ലേ. അത്രേ ഉള്ളൂ. ഇല്ലടാ. ഇത് ഞാൻ പറയട്ടെ, ഇന്റെ മേലെല്ലാം കേറി പോകുന്നടാ. വെയിറ്റ് അല്ലാഹു അക്ബർ. കണ്ട ലെഫ്റ്റിൽ ആ രണ്ടെണ്ണം ഓപ്പണിൽ കയറി വരുവാ. അടാ പ്ലക്കടാ മയിര്. എടാ പിടിയടാ ജോഷോ വാ. രാവിലെ തന്നെ എനിക്ക് ഹെഡ് വരുവാ മയില്. തോക്കല്ലേ. ഇതിലാണെങ്കിൽ ഇരുന്ന പിന്നെ
ടർബോ 3 ആളെടുത്താ. ഉസ്മാൻ ഡൗൺ. ആ കൊടുക്കടി അവൻ ഡൗൺ ആവട്ടെ. എടാ എന്താടാ നിന്ന് ഇരുന്ന് അങ്ങ് റീലോഡ് ആകുന്നടാ. നിങ്ങൾ റൈറ്റ് അങ്ങ് കേറി പോവോ ആദ്യം തന്നെ, അല്ല ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട. ഇല്ല നല്ല ഊമ്പിയ കളി കളിക്കുന്നത് സത്യം പറയാലോ. റൈറ്റ് പോയിട്ട് കാര്യമില്ലടാ. അത്രേ ഉള്ളൂ. ഇതുപോലെ റൈറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ, റൈറ്റ് അങ്ങ് കേറി വെക്കോ, റൈറ്റ് അങ്ങ് കേറി വെക്കോ. വെയിറ്റ് ആയിക്കൊണ്ട് പോവാ. വെയിറ്റ് ചെയ്യും, നിങ്ങള് അടിച്ചാ മതി, ഞാൻ ഡിങ് കൊടുത്തോളാം. എടാ അതെന്താടി അടിച്ചവൻ? ശരിക്കും ഒരു ബുള്ളറ്റ് അവൻ മാത്രം നിങ്ങളെടുത്ത്. എടുത്തേ പോലെ അടിയടാ പടാടി. എടാ എന്റെ കണ്ടടാ ഭയങ്കര കൺട്രോൾ നിക്കിയാ പിന്നെ നീച്ച് പോവാൻ കഴിയില്ലടാ. എനിക്ക് ഒറ്റ പിള്ളേരെ കോണ കേൾക്കാൻ അയ്യേ സത്യം പറയല എൽ ഗെയിം ബ്രോ, എൽ ഗെയിം. മനസ്സിലായോ? 12 പോയിന്റ് എടുത്തില്ലേടാ. 12 പോയിന്റ് എടുത്തില്ലേടാ. ബെസ്റ്റ് ഓഫ് 3 ആണ്. പിന്നെ എന്തുവാ ബെസ്റ്റ് ഓഫ് 3 അല്ലാതെ ഹലോ എന്താ 3-3 എന്തായി? ഓരോ മാപ്പാണ് കേട്ടാ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തെറിഞ്ഞ് തലപതിനൊന്ന് വിളിക്കണ്ടടാ. ബാങ്ക് കളിക്കാണ്ടോ ആരെല്ലാം വിളിച്ചിട്ടോ? ബാങ്ക് കളിക്കാം, ബാങ്ക് എല്ലാരും വിളിച്ചിട്ടോ? ബാങ്ക് കളിക്കാം, ആരെല്ലാം വിളിച്ചിട്ടോ? അയ്യോ ബാങ്ക് കളിക്കാം, ബാങ്ക് സ്കൂളിൽ പോണം മനസ്സിലായോ? സ്കൂളിൽ പോകേണ്ട സമയത്ത് ഡിസ്കോഡിൽ വന്നിരുന്ന ആർപി കളിച്ചിരുന്ന റൂം കളിച്ച ഇങ്ങനെ ഇരിക്കോ? സംസാരല്ല ഞാൻ കളി നീங்க വെയിറ്റ് ചെയ്യാൻ നിക്കല്ലേ, ബാക്കിൽ നിന്ന് അടി വരും ഇവിടെ വെയിറ്റ് ചെയ്താ. കൊള്ളു ഇത് ഓർഡർ ബാക്കിൽ തിങ്കളാ ബാക്കിലടി വരെ. ഞാൻ പുറകെ തിരിഞ്ഞ് ഓടേണ്ട ഒരു ആവശ്യമില്ല. അവൻ ലേറ്റ് ആയിടാ പുറകെ അടിച്ചോണ്ട്. ആരെത്ര ആള്? 3 ആള് ലൈവാ. ചിൽമാടു ചോദിക്കാം. ചിൽമാടു ബാക്കി നിർത്തുന്നുണ്ട്. ബാക്കിൽ ഞാൻ നോക്കാം. എടാ അവനോട് ബഗ്ഗാന്ന് പറ, ടക്കാരിക്ക് ഹെഡ് ബഗ്ഗാ. ടക്കാരിക്ക് ഹെഡ് ബഗ്ഗാ പറഞ്ഞത്. ഓടി ഗഡിയാണോ? അടിക്കാം, നമുക്ക് അടിക്കാന്നുള്ളു. വാ കുണ്ണട 3 ആൾ വെയിറ്റ് ചെയ്യും. പോലെ ഇവിടെ നില്ല റൊട്ടേറ്റ് ചെയ്ത് തരുന്നവരെടുക്കും. ഇവിടെ 2 എണ്ണം വരും. പൊട്ടന്മാറാ ഇവിടെ ബാക്കിൽ നിങ്ങളാളിയാ എടുത്താ ഭാഗ്യം. അത്രേ ഉള്ളൂ ബാക്ക്.
ശരിക്കും ടൂ ബാഡ് പിള്ളേര് പോസ്കോൾ അടിക്കുന്നു നിങ്ങളാ. ഒരുമിച്ചടി വൈഡ് പോയടി ശരിക്കും വൈഡ് പോവും. ശരിക്ക് കേറ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഉമ്മ. രണ്ടെണ്ണം ഇപ്പുറത്ത് വരണ്ടേ? മൂന്നെണ്ണം എല്ലാം അവിടെ. അടി 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 അടി. അതൊരു മാതിരി പുഷായി പോയി. വെയിറ്റ് ഇല്ല റഷ് ചെയ്യണ്ട, വെയിറ്റ് ഇതിലോ റൈറ്റ് കറങ്ങ്. രണ്ടെണ്ണം ബാക്കിലെത്തിയേ. അവരടിക്കണം, ഇല്ലെങ്കിൽ അടി കിട്ടും. ഇല്ല റൈറ്റ് അവന്മാരവിടെ നിന്നു, വെയിറ്റ് ചെയ്യും. ഓ അവന്മാരെല്ലാം അവിടെ വന്നു. എടാ നീ നിൽക്കണ്ട ജോഷു, നീ വെയിറ്റ് ആവണ്ട കാര്യമില്ല. മൂന്നാളേ ഉള്ളു, വെയിറ്റ് ആവണ്ട. ഒരുമിച്ച് കളിച്ചാ കളി കാണിച്ചോട്ടെ. അവൻ വൺ വേ ഇരുന്ന് അടിച്ചത് തന്നെ. ഇല്ലട്ടാ, എനക്ക് മൂവ്മെന്റേ കിട്ടുന്നില്ലടാ. എന്റെ ഇരുന്നാ ഞാനടെ 2 ഡിങ് അടിക്കുന്നു, കേൾക്കുന്നില്ല. ഒരു രക്ഷയില്ല മയില്. ഇല്ല ശരിക്കും പറ്റി നമ്മളെ കൊണ്ട് പറ്റും. നിങ്ങളെന്തിനാ ഇവിടെ ഗോൾഡ് ചെയ്യുന്നത്? അവര് റൈറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് റൈറ്റ് ഓടിക്കും. ഇവപ്പയല്ലേ ശരിക്കേ വൺ വേ കേറിയടി അല്ലേ വണ്ടി വെക്കൂ, കേറിയടി. അത്രേ ഉള്ളടാ, അത്രേ ഉള്ളൂ. റൈറ്റ് ചുമ്മാ എടുക്കാം, മണ്ടന്മാരല്ലേ നിങ്ങള് ബാക്കി നിന്ന് കൊടുക്കുന്നതാണ് പ്രശ്നം. റൈറ്റ് അങ്ങ് പുഷ് ചെയ്താൽ മതി. അവൻ വഴി കയറി കൊടുത്താ. അത് ആരാടാ, ടർബോ? അതേ ഉള്ളു വേസ്റ്റ്, ബാക്കിയില്ല. ടർബോനെ എടുത്ത ബാക്കിയല്ല ഈസി. അത് എങ്ങനെയാടാ അതിന്റെ ഇടക്ക് അത് വന്നേ കിട്ടത്തോളൂ. അത് വൺ വേ ആടാ, ഇല്ലെങ്കിൽ അടിക്കായിരുന്നു. നിങ്ങൾ കേറി പുഷ്, റൈറ്റ് പുഷ് ചെയ്യും. ഒരാൾ ബാക്ക് നിന്ന് സപ്പോർട്ട് കൊടുക്കും, റൈറ്റിൽ നിൽക്കുന്നതിനായിരിക്കും. ശരിക്കും കേറിക്കോ, ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇല്ലടാ, ഞാൻ പറഞ്ഞില്ല, എന്റെ ഈ മയിര് ഈ DPI വെച്ച് എനിക്ക് കളിക്കാൻ കഴിയില്ല. നോട്ട് ബാഡ് ബ്രോ, വെയിറ്റ് കളിക്കും. അതെന്താ വിളിയാ? ശരിക്കും നേരെ ഓടി ചെന്ന് കൊടുക്കുക വായിക്കാത്തോട്ട്. മൂവ്മെന്റ് ഇട. ഇതെന്താ നിങ്ങൾ ചത്തോ ബാക്കില്? നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ താഴെ ഡബിൾ ഡിജിറ്റ് എത്തൂലെന്ന് പറഞ്ഞ കോണാ. ഇവിടെ രണ്ട് ഓടി വരുന്നു. ബ്ലഡി ബൂഗി മാൻ കേറി അടിച്ച് കാണിച്ചു കൊടുക്കുക. എവിടുന്ന അടിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ടർബോ ആണ് എന്നെ അടിക്കുന്നത്, പക്ഷെ എങ്ങനാ? ഇല്ല ശരിക്കും ഒരുമിച്ച് അല്ല ഓടിപ്പോ, ഇങ്ങനെ നേരെ ഓടിപ്പോന്നുണ്ട് അടിക്കുന്നത്. ചുമ്മാ അടിച്ചാ പോരെ, മൂവ്മെന്റ് ഇട്ടാ മതി. ടക്കൈനും ഇവനും എടുക്കണം ആദ്യോ. ടക്കൈനും ഉസ്മാനെ ആദ്യം എടുക്കും നിങ്ങള്. ലെഫ്റ്റ് പോയിട്ട് കളി കിട്ടി. അങ്ങനെ ആദ്യം യുവമാർ രണ്ടാളും എടുക്കും. ടർബോൻ ലാസ്റ്റ് വെക്കുന്നില്ല. ഇല്ല ടെർബോനെ ആദ്യം എടുത്താൽ മണ്ടല്ലേ. പോയി ഇങ്ങനെ ചാവുക. അത്രേ ഉള്ളൂ. നിങ്ങളെ അത്രേ ഉള്ളൂ. അല്ലല്ല, ഇത് ടക്കായി എടുക്കുക. നിങ്ങൾ പുഷ് ചെയ്തില്ലെങ്കിൽ ടക്കായി എടുക്കുക, ചുമ്മാ എടുക്കും. അത്രേ ഉള്ളൂ ജോഷി, അത്രേ ഉള്ളൂ. നൈസ്. നിങ്ങൾ അതുപോലെ തന്നെ ഈ ടർബോനെ ഞാൻ നോക്കിക്കോളാം, അവൻ കയറി വരും. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇവരെ നോക്കി, രണ്ടുപേരെ ടർബോനെ എടുത്തണ്ടേ. നൈസ് ജയിക്കേ. ഇതും കൂടി എടുക്ക, അവനും കൂടെ ഉള്ളു കിട്ടും. അയ്യടാ, റീലോഡിന്റെ അണ്ടി. അതുപോലെ തന്നെ ചെയ്യും, കിട്ടും.
ടർബോ കയറി വരുവേ, ടർബോ കയറി വരണ്ട, ഒരുമിച്ച് എടുക്കണേ. ടർബോ കയറി വരണ്ടേ, ടർബോ കയറി വന്നു. വൺ വീക്ക് മേക്കെ കേറി പോയല്ലേ വൺ വയ്ക്കാൻ എനിക്ക് വൺ വയ്ക്ക് അടിക്കാറുണ്ട്. വൺ വേണം ആദ്യം പഠിച്ചു വെക്കാൻ GTA-ല്. ഉസ്മാൻ ടെർബോനെ റീകോയിൽ അടിച്ച് ടെർബോനെ അടിക്കണ്ടെന്ന്. ആ മയിലിനെന്താ അടിച്ചിട്ട് ചാവാത്തത്? എടാ ലാസ്റ്റടാ എന്റെ മയില് ഈ കീബോർഡ് മേലൊക്കെ എന്റെ കൈ. ഇല്ലടാ ഞാൻ കളി റെഡിയാക്കുന്നേ. ഇതിന്റെ വാശിയാണ്. ഇനി നാളെ രാവിലെ വരെ ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ കളി ഗ്രൈൻഡ് ചെയ്യും. എടാ ഞാൻ അടിച്ചിട്ട് ഈ ഉസ്മാനെ അടിച്ച് ടക്കായിനെ അടിച്ച് ഇപ്പുറത്ത് പറ്റും നമ്മളെ പറ്റും. ഇല്ലടാ എന്റെ എയിമേ റെഡിയല്ല. മയില് ഗെയിം സത്യം പറയല ഊമ്പിയ കളി കളിക്കുന്ന ഞാനല്ല. ടക്കായിനെ എടാ പുണ്ടച്ചി ഞാനാണ് കേട്ടോ പുണ്ട ഫസ്റ്റ്. കുഴപ്പമില്ല, ഈ ടീം വെച്ചിട്ട് അടിക്കോടാ പോടാ കൊണ്ടേ. നമ്മുടെ ടീമിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് ഇടപെടണ്ട. നിങ്ങൾ വിടാൻ പറഞ്ഞാൽ ഇട്ടാ മതി കേട്ടോ. ഇല്ല ഈ ടീം വെച്ചിട്ട് അടിക്കോടാ. ഈ ടീം വെച്ചിട്ട് അടിക്കും ടൂട്ടെ കണ്ടോ. ഒരു മിനിറ്റ് വെള്ളം കുടിച്ചിട്ട് വരാം. നീ കളിച്ചില്ലേ പോയോ 4v4 ടക്കായി ഒറ്റക്കളി ഇറങ്ങി തീരാവുന്ന കഴപ്പുള്ളൂ നിനക്ക്. അല്ല നിങ്ങൾക്ക് അപ്പൊ ടീം മാറും. നമ്മള് മാറുന്നില്ലല്ലോ, നമ്മൾ മാറിയില്ലല്ലോ ബ്രോ. മാറിയിട്ട് താളം വിട് ബ്രോ, മാറിയില്ലല്ലോ. ഈ ടീം വെച്ച് അടിക്കോടാ. നിന്നൊക്കെ ഈ ടീം വെച്ച് അടിക്കും. മനസ്സിലായോ? 18 പോയി മയില്. വാട്സാപ്പ് ഫാൽക്കൺ പറയണം നോക്കി. ഫാൽക്കണോ? ഹലോ ഇനി കളിക്കണ്ടോ? കൂടെ പോയിട്ട് കളിക്കാൻ കളിക്കണോ? എനിക്ക് ഉറക്കം മന്തി പൈസ കഴിക്കാൻ പറയും. സ്കാനർ 4x4 ആരാ? എന്നിട്ട് അവന്മാരിൽ ആരാ കളിക്കുന്നേ? നമ്മളെ നിങ്ങൾ ചൂസ് ചെയ്തോ? നമ്മുടെ ഞാൻ പറയാം. അല്ല ഇതെന്തായാലും 3v3 ജയിച്ചു. എന്താന്ന് വെറ്റ് തോറ്റല്ലോ. എന്താ ഒന്നും പറയാം. ഇതേ കൊണ്ട് 4 വാക്ക്. ഇതിപ്പോ എന്താണ്? എന്താ? ഹലോ ഹലോ ഡിപ്രഷൻ സൈലൻസ് ആണല്ലേ? പിന്നെ നമ്മളങ്ങോട്ട് പോയി ഉറങ്ങട്ടെ. എന്നാല് സ്കൂളുണ്ട്. സ്കൂളില്ല. ട്യൂഷൻ അയ്യോ പറയുന്നെല്ലാരും ജനിച്ച പാടന്നെ ജോലി കയറിയ ടീംസ് ആണല്ലോ. അതുകൊണ്ട് പറയണ്ട. സ്കൂളിലൊന്നും പോയിട്ടുണ്ട്. പോവാ എനിക്ക് ഉറക്കം വന്നെ. അല്ല എന്താ നിർത്തിയോ? കളി ഉണ്ടോ? ആ ഒരു കളി കൂടി കളി എന്നാ മേക്കെ. നാലിടക്ക് ഉറക്കം വന്നെ. കുണ്ണെ നീ ഒന്ന് കേറാനാടാ മയിലെ. ഓൺലൈൻ